അജയകുമാരെ നിന്റെ സിനിമ നടക്കും. ഇത് ഉഗ്രം പ്രൊഡ്യൂസറാ, പൂത്ത കാശ. നിനക്ക് വേണം 100 കോടി പടം വരെ പിടിക്കാൻ പറ്റും. കിട്ടുന്ന അവസരം കഥ പറഞ്ഞ് വീഴ്ത്തേണ്ടത് നിന്റെ കയ്യിരിക്കുക. മനസ്സിലായി? എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. പ്രൊഡ്യൂസർ ബാത്റൂമിലാണ്, അറിയാലോ. നന്നായിട്ട് പറഞ്ഞു. ഓക്കെ. ഒരു പുതിയ സംവിധായകൻ കഥ പറയാൻ വരുന്ന ആള് വന്നിട്ടുണ്ട്, അജയകുമാർ. നീ കുളിക്കണം, നല്ല തണുത്തോളാം. വാ കുളിക്കാം. എടാ ആദ്യമല്ലേ നീ വന്ന് കുളി. നീ കുളിക്കണേ. നല്ല പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞാൽ നല്ല A ക്ലാസ്. നല്ല ഒന്ന് കുളിച്ചോ. അങ്ങനുണ്ട്. എന്തോന്ന് ജ്യൂസ് പറഞ്ഞ? പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ ജ്യൂസ് എത്ര രൂപ? ഇത് 450 ഉള്ളൂ. 150 രൂപ തിരിച്ചു കൊടുത്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ ലോഡ്ജ് തേപ്പാണെന്ന്. ആ പ്രിയ ലോഡ്ജ് കിടന്നാൽ മതിയായിരുന്നു. ഇത് ഭയങ്കര തേപ്പ് ഇവിടെ. എടാ നീ ഇത് കണ്ട? പൈനാപ്പിൾ ജ്യൂസ് എന്നും പറഞ്ഞ് അവന്മാർ കലക്കി കൊണ്ടുവന്ന് എന്തെന്നറിയാം? എന്താണ്? പൂർത്തിച്ചക്ക മിക്സിയിലിട്ട് അടിച്ചത്. നിന്നാണ് നീ കുടിച്ചു നോക്കത്. എനിക്ക് വേണ്ട ഇത്. ഒരു കാര്യം ചെയ്യും സാർ, ഒരു കാര്യം ചെയ്യും. ഞാൻ ഇതിന്റെ ഭാഗത്ത് 4 ജ്യൂസ് പുതിയ നല്ല 4 ജ്യൂസിന്റെ കേസ് അവിടെ വെക്കിട്ട് ഈ 450 നിന്റെ ശമ്പളത്തിൽ ഞാൻ പിടിക്കും. നമുക്ക് പിന്നെ സംസാരിക്കില്ല സാർ. നമ്മുടെ പയ്യന്റെ കഥ നിനക്ക് കൊണ്ടോടാ പൂർത്തിച്ചക്ക ജ്യൂസ്. ഇരി എവിടെങ്കിലൊക്കെ ഇരി. സാർ, നാട്ടിൻ പുറത്തെ നിഷ്കളങ്കമായ പ്രണയമാണ് എന്റെ സിനിമ സാർ. എടേ നീ പൊറോട്ട കുറച്ച് തിന്നാടാ. വേണ്ട സാർ, ഞാൻ കഴിച്ചിട്ടാണ്. ഇവിടെ നല്ല ബീഫുണ്ട് താഴെ. പറയട്ടെ, ഓർമ്മ പറയാം. ഞാൻ കഴിച്ചായിരുന്നു സാർ. പാഴ്സൽ എടുക്കാം, പിള്ളേർക്ക് കൊണ്ടുള്ളൂ. വേണ്ട, ഞാൻ കഥ പറയട്ടെ സാർ. ശരി, പറ കഥ. സാർ, 2 സമുദായത്തിലുള്ള നായകനും നായികയും ഒന്നിക്കാൻ ഇത് 400 കോടി അടിക്കൂ സാറ്. പെണ്ണിന്റെ അമ്മാവൻ നായകൻ അടിക്കുന്നുണ്ട്. 400 കോടിയാ? അല്ല, ഇതിനകത്ത് അടി നടക്കുന്നുണ്ട്. അല്ലാതെ ഇത് അടിക്കൊന്നുമില്ലേ? അപ്പൊ ഇത് ഗ്യാരണ്ടി ഒന്നും ഇല്ലടാ ഇതിന്? അല്ല, നമുക്ക് ശ്രമിക്കാം സാർ. പറ. ഞാൻ കഥ പറയട്ടെ. അപ്പം നമ്മുടെ ഈ സദാചാരവാദികളായ നാട്ടുകാര് ഈ പ്രണയത്തിന്റെ പേരിൽ അവിടെ കലാപം നടത്തുന്നു. അതിൽ വളരെയധികം ആൾക്കാർ മരണപ്പെടുന്നു സാർ. അത് കൊള്ളടേ. അത് നീ ആ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സംഭവം കൊള്ളാം. അത് നമുക്ക് ഈ പിന്നെ സ്റ്റണ്ടൊക്കെ വെച്ച രസമായിരിക്കുമല്ലേ അവിടെ? അത് കൊള്ളാം. നല്ല അടിമടിയൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ള. അതെ, ഓക്കെ, അതുവരെ ഓക്കെ. പിന്നെ അപ്പം രമണം പെടുത്തിട്ട് അല്ല, ആരും പെടുക്കുന്നില്ല സാർ. ഇവിടെ മരണപ്പെടുവാണ്, അവിടെ കലാപത്തിൽ മരണപ്പെടുവാണ്. കഥ പറയട്ടെ സാർ. ഈ സാഹചര്യത്തിലാണ് നായകനും നായികയും അവിടെ നാടുവിടുക. അത് പക്ഷെ അവര് എയർപോർട്ടിൽ വെച്ചാണ് സത്യം അറിയുന്നത്. 2 പേരും 2 രാജ്യത്തിലേക്കാണ് പോകുന്നത്. ഫ്രഷ് കഥ. അതായത് നായികയുടെ ഫ്ലൈറ്റ് ദുബായിലേക്കും നായകന്റെ ഫ്ലൈറ്റ് സിംഗപ്പൂരിലേക്കും പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 ഫ്ലൈറ്റും ഇങ്ങനെ എയറിൽ പോകുമ്പോൾ അവിടെ എയറിൽ നമ്മൾ എഴുതി കാണിക്കുന്നു ഇപ്പൊ ഏകദേശം തീരുമാനമായി. എന്ത് സാർ? പടവും ഏറി കയറും. എടാ ഇത് മണ്ണൂറ്റിയ പൈസയാണ് ഇത്. ഇല്ല സാർ, അത് ടെസ്റ്റ് സാർ. ടെസ്റ്റാ? പറ. ഞാൻ ഇവിടെ ഇരിക്കാം. നായകനും നായികയും അവിടെ നാടുപിടിക്കുകയാണ് സാർ. പക്ഷെ ആ സത്യം തിരിച്ചറിയുന്നത് കഥ ഈ പുല്ല് തീർന്നില്ലേ? എടേ ഇതിന് ക്ലൈമാക്സ് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഉണ്ട് സാർ. അത് പറ. ഇപ്പൊ നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ വെച്ച് നായകനും നായികയും വീണ്ടും കണ്ടുമുട്ടുക. പക്ഷെ തിരിച്ചറിയുന്നില്ല. നായകൻ വിഷമത്തോടെ ദുബായിലേക്ക് പോവുകയാണ്. അവിടെയാണ് ട്വിസ്റ്റ്. നായകൻ പോയ അതേ ഫ്ലൈറ്റിൽ നായിക ഉണ്ടായിരുന്നു. ഇരുവരെയും കൊണ്ട് ആ ഫ്ലൈറ്റ് ആകാശത്തിന്റെ അനന്തതയിലേക്ക് പറന്ന് 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 ഇങ്ങനെ വരികയാണ്. അത് ഉയർന്ന് അതിലേക്ക് പറന്ന് മണ്ടത്തരം കാണിക്കുക. പുള്ളി ഉറങ്ങിപ്പോടാ. എടാ ചെറുപ്പത്തിൽ മുത്തശ്ശിക്കഥ കേട്ട പുള്ളി ഉറങ്ങിയിരുന്നേ. വർഷങ്ങൾക്ക് ശേഷം അമ്മാതിരി ഒരു കഥയാണ് നീ ഇപ്പൊ പറഞ്ഞത്. ആണോ? പുള്ളി കൊന്നുകളയും. നീ വേഗം സ്ഥലം കൂടെ നോക്ക്. പോവാനോ? എടാ ഞാനോട് വരുന്നത് എന്തിനാ? എന്റെ ഇവിടുത്തെ പണി പോയി. ാ